പല ആൾക്കാരും ക്രിയാറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് GFR. GFR എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റാണ്. അതായത് നമ്മുടെ കിഡ്നിക്കകത്തൂടെ എത്ര നല്ലവണ്ണം അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിൽ ബ്ലഡ് ഫിൽട്ടർ ഔട്ട് ചെയ്ത് വരുന്നുണ്ട്, ഫിൽട്ടർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് GFR. ഓക്കെ, അതിൻ്റെ ഒരു ആവറേജ് നോർമൽ റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 60 മേളിലോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ 70, 80, 90 ഒക്കെ വരികയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഓക്കെ, അതായത് നല്ലോണം ഫിൽട്രേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇനി അതിനെക്കാട്ടി കുറവാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 60-നൊക്കെ താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് അതേ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എസ്പെഷ്യലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 മാസത്തിൽ കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 60-ന് താഴെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഓരോ ആൾക്കാർക്കും ഈ ഒരു GFRന് വ്യത്യാസം വരാൻ അവരുടെ ഏജ് അനുസരിച്ച്, ബോഡി സൈസ് അനുസരിച്ച്, കഴിക്കുന്ന മെഡിക്കേഷൻ അനുസരിച്ച്, കഴിക്കുന്ന ഡയറ്റ് അനുസരിച്ച്, ഫ്ലൂയിഡ് ഇൻടേക്ക് അനുസരിച്ച്, ഓരോരുത്തരുടെ ഇൻഡിവിജ്വലിൻ്റെ ആ ഒരു കിഡ്നിയുടെ ഫംഗ്ഷൻ അനുസരിച്ചൊക്കെ ഇതിനകത്ത് വ്യത്യാസം വരാം. എങ്കിൽ പോലും ബേസിക്കലി പറയുന്ന റേഞ്ചാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്.